ടീമിന്റെ ഒന്നിച്ച് നമ്മ ഒരു പൊരകുടിക്ക് പോയി. ഹർഷണനും ശുക്കൂറും ജമാലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മ എല്ലാവരും ഫുൾ ടീം. ഇതാണ് ആ പുതിയ പൊരന്റെ മുതലാളി അർഷി. അങ്ങനെ അർഷിന്റെ പൊരകുടിക്ക് നമ്മ വന്ന. പിന്നെ നമ്മ നല്ല ബർക്കത്തുള്ള ടീമായോണ്ട് കാള് വെച്ചപ്പോ കൊറകജിന്റെ തെയ്യം തുടങ്ങി. ഒരു ഗ്യാപ്പിൽ നൈസായിട്ട് നമ്മ പൊരന്റെ ഉള്ളിൽ കയറിയപ്പന്നെ ഒരു ബുദ്ധനയുടെ തപ്പസയിക്കോണ്ട്. അപ്പോഴത്തേന് ചിന്ന വെച്ച് വലിയ കാര്യത്തിൽ പറയുന്നത് ഇതൊരു വലിയ സ്വാമിജി ഇപ്പന്നെ കൈ തോവിക്കോ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് നോക്കുമ്പോ കുറച്ച് ഗപ്പിൾസ് ഗോൾ എല്ലാം ആയിക്കോണ്ട്. അപ്പൊ അടുത്തൊരു മംഗളകായ്ക്കാൻ റെഡി ആയിട്ടുള്ള എല്ലാവരും നോക്കി പഠിച്ചു. എന്തായാലും ചെക്കന്റെ പൊര നല്ല ഡബ്ല്യു ആയിട്ട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. നല്ല കിടിലനായിട്ട് ഇന്റീരിയർ എല്ലാം ആക്കി നല്ല സൂപ്പർ ആയിരുന്നു. മുകളിലേക്ക് കയറി നോക്കുമ്പോ നമ്മളെ നാട്ടിലത്തെ ഒരു പട തന്നെ ആടുണ്ട്. ടിങ്കു അല്ല പറന്ന് തിരി. പിന്നെ ഫുഡ് എന്ന് കേട്ട ആട മുത്തും പച്ചും എന്തായാലും ഉണ്ടാവും. പുറത്ത് തെയ്യായിക്കൊണ്ടിരിക്കുമ്പോ രണ്ടാളെ തല്ല്. ജമാലിന് താടി കുറവെന്ന് പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ട്. ഈ കളിയാക്കുന്ന ആളെ ഏതോ പാലത്തിനിടയിൽ കണ്ട പോലെ ഉണ്ട്. താടി പോലില്ല. എന്റെ ചേട്ടൻ വന്നടി. അപ്പോഴത്തേന് ചിന്നുവെച്ചിക്ക് പുറത്തൊരു മാങ്ങനെ വരലും മാങ്ങ ഉണ്ട്. ഇനി മാങ്ങയല്ല തേങ്ങയിലും ഒരൊറ്റ കല്ലിൽ താഴെന്ന് പറഞ്ഞിട്ട് മാസമായിട്ട് ഞാൻ പോയി. നൈസായിട്ട് അത് മുഞ്ചി. അടുത്തതായി ഭാര്യക്ക് മേടിച്ചു തരാന്ന് ഭർത്താവ് ചാടി. ആളും മുഞ്ചി. അപ്പൊ എനക്കൊരു ഹാപ്പി ആയി. ആ ഗ്യാപ്പിൽ ഒരൊറ്റ ഏരിയയിൽ ശുക്കൂറും മാങ്ങ അങ്ങ് എടുത്തു കൊടുത്ത്. അങ്ങനെ ചിന്നുവെച്ചു ഹാപ്പി, ശുക്കൂറും ഹാപ്പി. എന്നാലും ഇപ്പൊ ഈ പച്ച മാങ്ങന്റെ ആവശ്യം എന്ത്? അപ്പോഴത്തേന് നമുക്ക് ചോറ് വയ്ക്കാൻ ടൈമായി. അങ്ങനെ നമ്മൾ ചോറ് വയ്ക്കുന്ന പരിപാടിക്ക് അങ്ങോട്ട് ഇറങ്ങി. അപ്പുറത്ത് നോക്കുമ്പോ ചിന്നുവെച്ചിന്റെ പ്ലേറ്റിൽ കോയില്ല. എന്ത് കഥ എന്ന് ചോദിച്ചിട്ട് നായിപ്പോ ഡയറ്റിലാണ്. അതിനോട് ഞാൻ അങ്ങനത്തെ ഹെൽത്തി ഫുഡ് മാത്രം തിന്നാറും. അങ്ങനെ ഫുഡും കഴിച്ചിട്ട് അവിടെ വന്ന ഗസ്റ്റുമാരെല്ലാം പോയി. ചിന്നുവെച്ചയുടെ ഈ മാംഗ്ലൂർന്ന് വന്ന മലയാളം പോലും അറിയാത്ത പിള്ളേരോട് പരദൂഷണവും തള്ളും വിട്ടോണ്ട് ഒടുക്കത്തെ തള്ളും. അതെല്ലാം കഴിഞ്ഞ അർഷിനോട് ഒരു കൺഗ്രാറ്റുലേഷൻസ് ഫുഡാന്ന് പറഞ്ഞിട്ട് നമ്മ എല്ലാം നൈസായിട്ട് ആടുന്ന ഒരൊറ്റ തിരികൾ തിരിച്ചു.